സ്വന്തം മിഥില മിസ് ആണ്. സോ ഐ നോ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർസം എന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആയാലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. ഓണപരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നു, അതുകൊണ്ട് എല്ലാവരും ടെൻഷനിലായിരിക്കും എന്ന് മിസ്സിന് അറിയാം. ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതേപോലെയുള്ള ക്ലാസ്സുകളിലൂടെ വീഡിയോയിലൂടെ ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഓണപരീക്ഷ സെറ്റ് ആക്കും. സോ ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ചോദ്യം എന്താ? ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ടു കോമ്പൗണ്ട്സ് ആർ ഗിവൺ. രണ്ട് സംയുക്തങ്ങളുടെ ഘടനാവാക്യം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട്? ഒന്നാമത്തെ സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കോമ്പൗണ്ട് തന്നാൽ അത് ഏത് കാറ്റഗറിയിലുള്ള ആളാണെന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. ആദ്യത്തെ ആൾ ആരാണ്? ആദ്യത്തെ ആളിലുള്ളത് നോക്കിക്കേ, CHO ഗ്രൂപ്പാണ്, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് അല്ലെ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്താ വിളിക്കുക? ആൽഡിഹൈഡ്സ് എന്ന് വിളിക്കും. ആൽഡിഹൈഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ പേര് കൊടുക്കുക? നമ്മൾ ആദ്യം കാർബൺ ആറ്റത്തെ എണ്ണണം. 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട്. ഇനി 4 കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിന്റെ പേര് നമുക്ക് എഴുതാം. 4 കാർബൺ ആറ്റമുള്ള ഈ പേജും കൂടെ കഴിഞ്ഞിട്ട് മിസ് അടുത്ത പേജ് എടുക്കാം. ഓക്കെ, 4 കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിന്റെ പേരെന്താ മക്കളെ? 4 കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിന്റെ പേരാണ് ആരാണ്? പറഞ്ഞോ, ഏതാണ് പേര്? യെസ്, വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് ബ്യൂട്ടെയിൻ അല്ലെ. ബ്യൂട്ടെയിൻ ആണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ ബ്യൂട്ടെയിനിന്റെ പേര് എഴുതി കൊടുക്കാം. ബ്യൂട്ടെയിൻ ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇനി അവസാനത്തെ ഈ ഒഴിവാക്കണം അല്ലെ. ബ്യൂട്ടെയിനിന്റെ പേരെഴുതി അവസാനത്തെ ഈ ഒഴിവാക്കി. ആൽഡിഹൈഡ് ആയതുകൊണ്ട് പേരിന്റെ അവസാനം ആൽ ചേർക്കണം. സോ ഇവനാണ് ബ്യൂട്ടനാൽ അല്ലെ. ഇവന്റെ പേരാണ് ബ്യൂട്ടനാൽ. ഇനി അടുത്തത്, ഈ രണ്ട് സംയുക്തങ്ങളും ഐസോമറുകളാണ്. എന്തുകൊണ്ട്? ആഹാ, നോക്ക്, these two compounds are isomers and why? മക്കളെ, രണ്ടാൾക്കാരെ തന്നിട്ട് ഐസോമർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെയിം മോളിക്കുലാർ ഫോർമുല, തന്മാത്രാവാക്യം ഒരേപോലെ, പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പോ രണ്ട് കോമ്പൗണ്ടുകളെ തന്നിട്ട് ഇവർ രണ്ടുപേരും ഐസോമർസ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ രണ്ട് പേരുടെയും മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കുക. മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിൽ ഇവര് രണ്ടുപേരും ഐസോമേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ടാൾക്കാരുടെയും മോളിക്കുലാർ ഫോർമുല ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ കോമ്പൗണ്ടിൽ ഓരോരുത്തരുടെയും എണ്ണം എണ്ണി നോക്കുക, കൗണ്ട് ചെയ്യുക. ഇതാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 2 3 4 കാർബൺ ഉണ്ട്. ഇനി ഹൈഡ്രജനെ എണ്ണാം. 3 5 7 8 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. സോ ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാവാക്യം C4H8O ആണ്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. 1 2 3 4 അവിടെയും 4 കാർബൺ ഉണ്ട്. 3 5 8 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. നോക്കിക്കേ, രണ്ട് പേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. രണ്ട് പേരുടെയും തന്മാത്രാവാക്യം എന്ന് പറയുന്നത് ഒരേപോലെയാണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് ഐസോമേഴ്സ് എന്ന് വിളിക്കാം. സോ ഈ ചോദ്യത്തിന് ഉത്തരം എന്താ? മോളിക്കുലാർ ഫോർമുല ഈസ് സെയിം അല്ലെ. തന്മാത്രാവാക്യം ഒരേപോലെ, തന്മാത്രാ സൂത്രം ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. റെഡി? അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? ഏത് തരം ഐസോമറിസമാണ് ഈ സംയുക്തങ്ങൾ കാണിക്കുന്നത്? എന്റെ കുഞ്ഞുങ്ങളൊന്ന് മിടുക്കന്മാരായിട്ട് ഉത്തരം പറഞ്ഞേ. ഇവരുടെ പ്രത്യേകത എന്താ? രണ്ട് പേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, റൈറ്റ്? ഇനി എന്താ ഡിഫറെന്റ് ആയിട്ടുള്ളത് നോക്കിക്കേ. ഒരാളുടെ കയ്യിലുള്ളത് CHO ഗ്രൂപ്പ് ആണെങ്കിൽ മറ്റേയാളുടെ കയ്യിലുള്ളത് CO ഗ്രൂപ്പാണ്. അതായത് ഒരാൾ ആൽഡിഹൈഡ് ആണെങ്കിൽ മറ്റേയാൾ ഒരു
കീറ്റോൺ ആണ്. CO ഗ്രൂപ്പ് വന്നാൽ കീറ്റോൺ ആണ് അല്ലെ. അപ്പൊ ഒരാൾ ആൽഡിഹൈഡ്, മറ്റേയാൾ കീറ്റോൺ. അതായത് ഇവരുടെ രണ്ട് പേരുടെയും മൊളിക്കുലാർ ഫോർമുല ഒരേപോലെയാണ്, ബട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. തന്മാത്ര സൂത്രം ഒരേപോലെയാണ്, എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഇത്തരം ഐസോമറുകളെ നമ്മൾ എന്തായിരുന്നു വിളിക്കുക? സെയിം മൊളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത്തരം ഐസോമേഴ്സിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ആൻഡ് ദ ഫിനോമിനൻ ഈസ് നോൺ ആസ് ഫങ്ഷണൽ ഐസോമെറിസം. ശരിയാണോ? കിട്ടുന്നുണ്ടോ? മലയാളത്തിൽ എഴുതണം കേട്ടോ. ഫങ്ഷണൽ ഐസോമറിസം ആണ്. 4 ഐസോമറിസം പഠിക്കാനുണ്ട്: ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ ആൻഡ് മെറ്റാമറിസം. ഇതിലെ ഫങ്ഷണൽ ഐസോമറിസം ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഐസോമറിസത്തിന്റെ ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പേ യൂട്യൂബ് ചാനലിൽ നമ്മുടെ SSLC എടുക്കുക വീഡിയോ എന്ന സെഷനിൽ ബാക്കിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഞാൻ തന്നെ 4 ടൈപ്പ് ഐസോമറിസവും വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. എന്തെങ്കിലും ഒരു കുട്ടി ഡൗട്ട് ബാക്കി ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം. റെഡി, സെറ്റ്, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. The molecular formulae of 2 compounds are given below. ചില സംയുക്തങ്ങളുടെ തന്മാത്രാ സൂത്രം ചുവടെ നൽകിയിരിക്കുന്നു. ഇവയുടെ ചിത്രം വരയ്ക്കുക. അപ്പൊ താഴെ തന്നിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. C6H5OH ഉണ്ട്, C6H5COOH ഉണ്ട്. എൻ്റെ അസ്ട്ര ബാച്ചിലെ കുഞ്ഞുങ്ങളാണെങ്കിൽ അറിയാം, ഞാൻ കൃത്യമായിട്ടും പറഞ്ഞ മോളിക്കുലർ ഫോർമുലയും സ്ട്രക്ചർ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതുറക്കത്തിൽ ചോദിച്ചാലും തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരാണല്ലേ ഇവരാരാ? ഈ C6H5OH എന്ന് പറഞ്ഞാൽ ഇവന്റെ പേരാണ് ഫീനോൾ. ആരാണ്? ഫിനോൾ. C6H5COOH എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ബെൻസോയിക് ആസിഡ് ആണ്. ശരിയാണോ മക്കളെ? ഫീനോളും ബെൻസോയിക് ആസിഡുമാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാ? ഇവര് രണ്ടാളും അരോമാറ്റിക് കോമ്പൗണ്ടുകളാണ്, അരോമാറ്റിക് സംയുക്തങ്ങളാണ്. ബെൻസീനിന്റെ ഡെറിവേറ്റീവ്സ് ആണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബെൻസീനിൽ നിന്നും ഒരു ഹൈഡ്രജനെ കളഞ്ഞ OH ഗ്രൂപ്പ് വെച്ചാൽ ഫീനോളിനെ കിട്ടും. ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ആണ്, അത് മറന്നു കളയരുത്. അതിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയി ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വന്നാൽ ബെൻസോയിക് ആസിഡിനെ കിട്ടും. ഇതാണ് ഫീനോളും ബെൻസോയിക് ആസിഡും. സ്ട്രക്ചർ വരയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ ബെൻസീൻ റിങ് വരയ്ക്കണം. ഓക്കെ, ബെൻസീനിനെ വരയ്ക്കുക. ബെൻസീനിനെ വരച്ചു. ബെൻസീനിനെ വരച്ചതിന് ശേഷം ഫീനോളിനെ വരയ്ക്കണമെങ്കിൽ നമ്മൾ ബെൻസീനിലേക്ക് ഒരു OHനെ കൊടുക്കുക. ഇനി അതല്ല, ബെൻസോയിക് ആസിഡിനെയാണ് വരയ്ക്കേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ ബെൻസീനിനെ വരയ്ക്കുന്നു, എന്നിട്ട് ബെൻസീനിലേക്ക് ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വരയ്ക്കുന്നു. സോ ഫീനോളും കിട്ടി, ബെൻസോയിക് ആസിഡും കിട്ടി. മക്കളെ, ഈ അരോമാറ്റിക് കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണെന്നും ഇവരുടെ സ്ട്രക്ചർ, മോളിക്കുലാർ ഫോർമുല, ഇത് മൂന്നും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതേപോലെയുള്ള ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് മിസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ധൈര്യമായിട്ടിരിക്കുക. ഓണപ്പരീക്ഷയ്ക്ക് മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച കെമിസ്ട്രിയിൽ 40 out of 40 ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് തന്നെ മേടിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ, മിസ്സിന്റെ മിടുക്കന്മാരായിട്ടുള്ള 10ാം ക്ലാസ്സിലെ മക്കൾ എല്ലാവരും റെഡി ആണെങ്കിൽ യെസ് മിസ് ഐ ആം റെഡി എന്ന് താഴെ കമന്റ് ചെയ്യുക വിത്ത് എ പിങ്ക് ഹാർട്ട്. ഓക്കെ, സോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മക്കളെ, ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിലും ഒരു കുഴപ്പമില്ല. എൻ്റെ മുൻപിൽ ഈ വീഡിയോ കാണാനിരിക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. അവരെ എല്ലാവരെയും 40 out of 40 എന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കും. ഇതെന്റെ പ്രോമിസ് ആണ്. സോ ഞാൻ പറയുന്ന കുട്ടി കുട്ടി കാര്യങ്ങൾ നിങ്ങളും കൂടെ കേൾക്കണം കേട്ടോ. അപ്പൊ റെഡി ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ് ചെയ്യുക. സോ ദിസ് ഇസ് മീ, നിങ്ങളെ സ്വന്തം മിഥില മിസ് സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.